ഞാറക്കടയിൽ പറഞ്ഞു. ആ, എല്ലാം റെക്കോർഡഡ് ആവും, പക്ഷെ എല്ലാം പുറത്തു വിടണമെന്നില്ല. എനിക്ക് അത്യാവശ്യം അതിന്റെ പേരും ഡീറ്റെയിൽസും ഒന്നും ഇപ്പൊ പറയണ്ട, പിന്നെ കാര്യങ്ങൾ പറഞ്ഞു. അതെ അതെ. അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ കേൾക്കുമ്പോൾ സാർ പറഞ്ഞു തരുമല്ലോ. അതെ, അങ്ങനെ പറഞ്ഞു തന്നാൽ മതി. കാരണം ഞാൻ എനിക്ക് 63 വയസ്സ് കഴിഞ്ഞു. ഹൗസ് വൈഫാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടേ, ഈ പെൻഡുലം ഡൗസിങ്, പിന്നെ റേക്കി ഒരു ബേസിക് ലെവല്, അത് ഒരു 2001 പഠിച്ചതായിരുന്നു. കാരണം കുഞ്ഞിലേ തൊട്ട് സ്പിരിച്വലായിട്ടൊരു ചെറിയ താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ. അപ്പോൾ ഈ പിന്നെ പ്രാർത്ഥന, വീട്ടിൽ കുറച്ച് കൂടുതൽ സമയങ്ങളൊക്കെ എത്തിക്കുക, നല്ലതായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ റേക്കി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 21 days ഉണ്ടല്ലോ അതിന്റെ കോഴ്സ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ശരിക്കും ഞാൻ ബേസിക്കലി പണ്ടേ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ദേവതാരൂപം എന്ന് പറയുന്നത് മഹാദേവനാണ്. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ കോളേജിലായിരുന്ന സമയത്ത്, പിന്നെ കല്യാണത്തിന് മുമ്പേ തന്നെ ഇത് കണക്ക് പെട്ടെന്ന് സ്വന്തമായിട്ട് അങ്ങ് തോന്നിയ ഒരു ഡ്രസ് കോഡിലൊരു വൈറ്റ് ഇടണം. അപ്പോൾ ഫുൾ വൈറ്റ് ഇടാനൊന്നും സമ്മതിക്കില്ലല്ലോ അന്നത്തെ സമയത്ത്, ഫുൾ വൈറ്റ് ഡ്രസ്സ്. അപ്പോൾ ടോപ്പ് മാത്രം, അതിലെ മാക്സിയും ഷർട്ടും പോലെ ഇടുന്ന സമയത്ത് ടോപ്പ് മാത്രം വൈറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു ഭസ്മം ഇട്ട്, പിന്നെ തിങ്കളാഴ്ച തോറും മഹാദേവന്റെ ക്ഷേത്രത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ച്, അങ്ങനെ ഒരു ഇഷ്ടത്തോടു കൂടി വേറൊരു രീതിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും, അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് മോളൊക്കെ ആയി, മോളുടെ മാരേജും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ റേക്കിയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞ് അപ്പോഴും ഈ പ്രാർത്ഥന വളരെ കൂടുതലുണ്ട്. അപ്പോൾ ശിവസഹസ്രനാമമൊക്കെ വായിക്കുക, ശിവതാണ്ഡവമൊക്കെ വായിക്കുമ്പോൾ ഞാനിങ്ങനെ എന്തോ അത് മനസ്സിൽ തോന്നുന്നതാണെന്നാണ് തോന്നിയത്. അല്ല, ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. ഈ താണ്ഡവം ഭഗവാൻ ഇഷ്ടപ്പെട്ട് കളിക്കുന്ന രീതിയിലൊക്കെയുള്ള ആ ഒരു ചിന്തയോടുകൂടിയാണ് ഇത് വായിക്കുന്നതും. വായിക്കുമ്പോൾ ഭഗവാൻ അത്ര ഇഷ്ടമുണ്ട് എന്നുള്ളൊക്കെ ഒരു തോന്നലും. പിന്നെ അത് മാത്രമല്ല, ഭഗവാനെ സംബന്ധിച്ച് ഉള്ള ഒരു കാര്യം അത് പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് സാധാരണ നമുക്ക് ഒരു പുരുഷനോട് തോന്നുന്ന കണക്കത്തെ ഒരു സ്നേഹമാണ് മഹാദേവനോടുണ്ടായിരുന്നത്. അതായത് ഒരു ദേവനാണ് എന്നുള്ള ഒരു ഭക്തി ഉപാസനയ്ക്ക് അപ്പുറം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് എന്നുള്ള ആ ഒരു ലെവലിലാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഇഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞ റേക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നാള് റേക്കിയൊക്കെ ചെയ്തെങ്കിലേ ഞാൻ പിന്നെ അതങ്ങ് മതിയാക്കി എന്ന് വെച്ചാൽ, റേക്കി ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും വേറെ കുറെ നമുക്ക് ഇങ്ങോട്ട് അബ്സോർബ് ആകുന്ന പോലെ അതിന്റെ ചില എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളൂ എന്നുള്ളതൊക്കെ എനിക്കൊരു ഉള്ളിലൊരു പേടി വന്നിട്ട് ഞാൻ അതങ്ങ് നിർത്തി. പിന്നെ അത് മാത്രമല്ല, ഈ പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ, പ്രാക്ടീസ് അല്ല, ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ചില ചേഞ്ചസ് വരാൻ തുടങ്ങി. ചേഞ്ചസ് എന്ന് വെച്ചാല് ശരിക്കും തലക്ക് പൊളിയുന്ന. അപ്പോൾ നമ്മുടെ ഗുരു എന്ന് വേണമല്ലോ പറയാൻ, റേക്കി മാഷ് ഇടയ്ക്ക് പറഞ്ഞിരുന്നു, പിന്നെ നിങ്ങൾക്ക് ഉള്ളിൽ എന്തെങ്കിലും പ്രത്യേക മണമോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് പറയണം, എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഉള്ളിലിതുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല. അവിടുത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു എലൂഫ്നെസ് ആണ്. അതായത് നമുക്ക് പ്രത്യേകിച്ച് വിളിച്ച്, എനിക്ക് ഉള്ളിലുള്ള പേടി പോലൊരു ഫീലിംഗ് ആണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, അത്ര ഒരു ഫ്രീഡം തോന്നാറില്ല. ഇപ്പോൾ സാറിനോട് തന്നെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നുമല്ലോ, നമ്മുടെ ഒരു ഗുരുവായിട്ട് എന്തും തുറന്നു പറഞ്ഞ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെ കിട്ടിയിട്ടില്ല. ഒരു പേടിയായിട്ടൊരു വലിയ ഭയങ്കര കാര്യം പഠിപ്പിക്കുന്ന പോലെ, മനസ്സിലായില്ലേ? അങ്ങനെയായിരുന്നു. പിന്നെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉള്ളിന്ന് തലയ്ക്കുള്ളിൽ എപ്പോഴും ഒരു ഭയങ്കര ബാഡ് സ്മെല്ല് വന്നു തുടങ്ങി. ബാഡ് സ്മെല്ലെന്ന് വെച്ചാൽ ആദ്യം ഞാൻ വിചാരിച്ചു സൈനസൈറ്റിസോ അങ്ങനെ എന്തെങ്കിലും ആണോ അല്ലേ, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ അതായിരിക്കും എന്ന് വിചാരിച്ചു നോക്കിയിട്ട് അങ്ങനത്തെ വിഷയമല്ല, ഭയങ്കര ബാഡ് സ്മെല്ല്. പക്ഷെ ഇങ്ങനെ മോളടുത്ത് ആരടുത്തെങ്കിലും ഞാൻ ഇങ്ങനെ ശ്വാസം വിട്ടിട്ട് തൊട്ട് നോക്കുന്നു പറഞ്ഞാൽ അവരാരും ഇതറിയുന്നില്ല. ഞാനങ്ങ് ഭയങ്കര ബാഡ് സ്മെല്ല് വന്നിട്ട് ഞാനിതങ്ങ് ഇതെന്ത് കഷ്ടമെന്ന് അറിയാൻ വയ്യ.
അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു ദിവസം ഹോൾ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, പിന്നെ എൻ്റെ ദേഹം ഇങ്ങനെ പെട്ടെന്ന് ഒരുമാതിരി കയ്യിലൊക്കെ ഒരു വൈബ്രേഷൻ വന്നിട്ട് എന്തോ എൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ വന്നു എന്ന് എനിക്ക് ഫീലായെന്ന് മാത്രമല്ല, ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു പോയെന്ന് വെച്ചാല് ഒരു എന്തോ കേറി നമ്മളെ ബോഡിയിൽ. അതാണ് മനസ്സിലായത്. ഇങ്ങനെ പെരുക്കുന്ന പോലെയോ വീർക്കുന്ന പോലെയോ ഒരു ഫീല് വന്നിട്ട് പെട്ടെന്ന് ഞാൻ തന്നെ കാണുകയാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കഴുത്തിന്റെ ഭാഗത്ത് ഒരു നാഗരൂപം. അപ്പൊ അത് ദേഹത്തുണ്ട്, അത് ലെഫ്റ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഞാൻ ശരിക്കും അതിന്റെ ആ രൂപവും അതിങ്ങനെ പത്തി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതും ആ ഡോട്ട്സ് പുള്ളികൾ വരെ ഞാൻ കണ്ടു. പക്ഷെ ഞാനാണെങ്കിൽ കുഞ്ഞിലേ തൊട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. പടം വരച്ചു തന്നാൽ തന്നെ ഞാൻ പേടിക്കും, വിളിച്ചുകൊണ്ടോടും. കുഞ്ഞിലെ പൂമ്പാറ്റയൊക്കെ ബാലരമയൊക്കെ കിട്ടുമ്പോ ഇതിൽ ഈ പടം ഉണ്ടെങ്കിൽ ആദ്യം അമ്മയെ കൊണ്ട് അത് കീറി കളയിപ്പിച്ചിട്ട് ബാക്കി വായിക്കും. അങ്ങനെയുള്ള ഒരു ശീലമായിരുന്നു. അത് കാരണം ഇതങ്ങോട്ട് കണ്ടപ്പോ പക്ഷേ ഞാൻ സ്റ്റക്കായിപ്പോയെന്ന് വെച്ചാൽ എനിക്ക് വിളിച്ചോണ്ട് ഓടാനും പറ്റുന്നില്ല. മോള് പ്രഗ്നന്റ് ആണ്, അവള് TV കണ്ടോണ്ടിരിക്കുകയാണ് അടുത്ത്. അപ്പൊ ഞാനങ്ങ് പേടിച്ച് വിളിക്കുകയോ വല്ലതും വിളിച്ചു പറയുകയോ ചെയ്താൽ അവള് പ്രഗ്നന്റ് ഡേറ്റ് ആയി വരുന്ന അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്നുള്ള ഒരവസ്ഥ കൊണ്ട് ഞാനങ്ങ് മിണ്ടാതെ ഇങ്ങനെ അങ്ങ് അയ്യോ എന്തോ സംഭവിച്ചു, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്തിനാണെന്ന് മനസ്സിലായില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കണ്ണാടി നോക്കുന്നു, എന്റെ മുഖമൊക്കെ എന്തോ വേറെ ആരുടെ മുഖം പോലൊക്കെ ഇരിക്കുന്നു. എന്തോ ഒരു ഭയങ്കര ചേഞ്ച് അങ്ങ് വന്നു, ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു. പക്ഷെ അത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ജ്യോത്സ്യരുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു അതെന്തോ പിന്നെ ഉഴിഞ്ഞു വെക്കണമെന്നോ മറ്റേ തൃശ്ശൂര് പാമ്പുമേക്കാവില്ലേ, അപ്പൊ അവിടത്തേക്ക് സർപ്പബലി പോലെ എന്തെങ്കിലും അവരുടെ സങ്കല്പിച്ച് കൊടുത്താൽ മതി, മാറിപ്പോവും. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് അതുമല്ല, ഇത് ഇങ്ങനെ ഒരു സംഭവം ദേഹത്തൂടെ കേറി വരുന്നതൊക്കെ അറിയാം, എനിക്ക് മനസ്സിലായില്ലേ. ഞാൻ പിന്നെ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അയ്യോ ഞാനങ്ങ് മരിച്ചു പോയാലോ എന്ന് ആലോചിച്ച അവസ്ഥകളായിരുന്നു അതൊക്കെ. കാരണം സഹിക്കാൻ പറ്റുന്നില്ല, പേടിച്ച് ചത്തുപോകുന്നു തോന്നുന്ന കണക്കത്തെ അവസ്ഥയില്ലേ. ആരുടെത്തെങ്കിലും പറയാൻ പറ്റുമോ പേടി 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 എന്ന് വെച്ചിട്ട് ഞാൻ ആരോടും പിന്നെ സംസാരിക്കാതെ എന്നങ്ങായി. എല്ലാവരും വിചാരിച്ചു ഇവിടെ എന്തോ മെന്റൽ പ്രോബ്ലം ആയി, അങ്ങനെ ആയിപ്പോയി. പക്ഷെ പിന്നെ ഇതാണ് പേടി, ഇങ്ങനെ എന്തോ ഒരു പേടി ഉണ്ടെന്ന് മനസ്സിലായി. ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അവിടെ പോയി ചെന്ന് പ്രാർത്ഥനയൊക്കെ ചെയ്ത് സർപ്പബലിക്കൊക്കെ കൊടുത്തു. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, ഇതിന് എന്തെങ്കിലും ദോഷമാണെങ്കിൽ മാറിപ്പോണം, അഥവാ അല്ലാത്ത എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ കാണിക്കരുത്, അറിയണ്ട, എനിക്കത് ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അനുഗ്രഹം വേണമെന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഇനി വന്നു. പിന്നെ അണ്ണന്റെ കുടുംബക്ഷേത്രത്തിൽ അവിടുന്ന് തന്നെ കർമ്മി വന്നൊക്കെ സർപ്പബലിയൊക്കെ നടക്കുന്നുണ്ട് വർഷത്തിൽ ഒരിക്കൽ. അപ്പൊ അവിടെ കൊടുക്കും. അങ്ങനെ അപ്പൊ ദോഷമാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല, നല്ല അനുഗ്രഹമാണ്, നല്ലതല്ലേ, ഭഗവാനാണെന്നുള്ള കണക്കാണ് പറഞ്ഞത്. അപ്പൊ എനിക്കങ്ങ് പേടിയായിപ്പോയെന്ന് വെച്ചാൽ പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൽ പോവാറുണ്ട്, പ്രദോഷമൊക്കെ എടുക്കുമായിരുന്നു. അപ്പൊ ഒരിക്കൽ പ്രദോഷം കഴിഞ്ഞിട്ട് അപ്പൊ പ്രദോഷത്തിനൊക്കെ പോയി നിൽക്കുമ്പോ വേറൊരു അവസ്ഥ എന്താന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഹീറ്റാവും. ഭയങ്കര ഹീറ്റ് എന്ന് വെച്ചാൽ ഹീറ്റായിട്ട് അങ്ങ് വിയർത്ത് കൂളിച്ച് ദേഹം മൊത്തം ഇങ്ങനെ അങ്ങോട്ട് വിയർത്ത് ഒഴുകി, കൈയൊക്കെ തൊട്ടാ ആൾക്കാർക്ക് പൊള്ളുന്ന പോലെ ഇങ്ങനെ ആവി പറക്കണ കണക്ക് തോന്നും, അങ്ങനത്തെ ഹീറ്റ്. പക്ഷെ എല്ലാവർക്കും അതൊരു സുഖമാണ്. നമ്മളിപ്പം കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒന്ന് തൊട്ടാലോ എടുത്താലോ തലവേദന വന്നാലോ എല്ലാം പെട്ടെന്ന് അതൊക്കെ അങ്ങ് മാറും, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയാണ്. പക്ഷെ ഇതൊരു പ്രത്യേകതയായിരുന്നു കോവിലിൽ പോകുമ്പോൾ. എന്നിട്ട് കയ്യിലൊക്കെ വൈബ്രേഷൻ ഭയങ്കര, കൈ മാത്രമേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ, ഭയങ്കരമായിട്ട് വൈബ്രേഷൻ വരും. ബോഡിയിൽ വേറെ പാർട്ടിലൊന്നും വരില്ല, കൈ മാത്രം, രണ്ട് കൈ നമ്മൾ തൊഴുത് നിൽക്കുമ്പോൾ വൈബ്രേഷൻ വരും. എന്നിട്ട് പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോ ഈ ഓട്ടോയും വണ്ടികളൊക്കെ ഇങ്ങനെ വരുമല്ലോ, നേരെ ലൈറ്റ് അടിക്കുമ്പോ കണ്ണടയ്ക്കൂലേ, അപ്പൊ ഞാനിങ്ങനെ കണ്ണിലോട്ട് അടിക്കണമെന്ന് പറഞ്ഞിങ്ങനെ കണ്ണിങ്ങനെ പൊത്തിയപ്പോ കാണാം, പൊത്തിയ സമയത്ത് തന്നെ അടുത്ത വണ്ടി ഇങ്ങോട്ട് വരുന്നു, ഭയങ്കരമായിട്ട് അങ്ങ് ലൈറ്റ് അടിച്ചു. അതായത് കണ്ണടച്ചിട്ടും ഈ ലൈറ്റ് അങ്ങ് ഉള്ളിലേക്ക് വന്നതുപോലെ എനിക്ക് തോന്നി. ഞാനങ്ങ് പേടിച്ചു, അയ്യോ ഇതെന്ത് കാര്യം, കണ്ണടച്ചിട്ടും ആ ലൈറ്റ് അടിക്കുന്നത്, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നതിന് ശേഷം ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ നോക്കാൻ പോയപ്പോ അദ്ദേഹം ജ്യോത്സ്യര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇത് ഭഗവാൻ കൂടെ ഉണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാരും നല്ലത് പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് വന്നപ്പോ നിങ്ങൾ അനുഗ്രഹം വാങ്ങിക്കാത്ത എന്ത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ
എനിക്ക് ഈ പറഞ്ഞ കണക്ക് പേടിയാണ് പിന്നെ മുമ്പിൽ വരുന്നത്. എന്ന് വെച്ചാൽ നമശിവായ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നും ദേഹത്തൂടെ അത് കയറി വരുന്നുണ്ട്, എനർജി ഉണരുന്നുണ്ട്. അയ്യോ ഇപ്പൊ നാഗം പുറത്തു വരും, എന്തോ പ്രശ്നമാണ് എന്നുള്ള കണക്ക് പേടിച്ച് ഞാനതാണ് സാറിന് മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത്. ശരിക്കും ഒരു മെന്റൽ ട്രീറ്റ്മെന്റ് പോകേണ്ടുന്ന അവസ്ഥയായിപ്പോയി. പക്ഷെ അത് ഈ പറഞ്ഞ കണക്ക് ഭഗവാൻ ഇങ്ങനെ പിടിച്ചോണ്ട് പോയെന്ന് തോന്നുന്നു. ഒന്നും അങ്ങനെ. പിന്നെ വേറൊരു വിഷയമുള്ളത്, ഇതിന്റെ ഇടയിൽ മോളൊക്കെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ സാറിന് സമയമുണ്ടോ? കാരണം കൂടുതലായിപ്പോയി. പിന്നെ പ്രദോഷ വ്രതം എടുത്ത് ഒക്കെയാണ്. അപ്പൊ ഒരിക്കൽ എനിക്ക് രാവിലെ എണീറ്റ് പോവാൻ പറ്റിയില്ല, ശ്രീകണ്ഠേശ്വരത്തെ പോകാൻ പറ്റിയില്ല. അപ്പോൾ പണ്ട് ഈ വീട്ടിൽ വിഗ്രഹമൊക്കെ ഉണ്ടാക്കുന്ന നാടോടികൾ വന്നപ്പോൾ ഈ വീട്ടില് പൂജാമുറിയിലെ വിഗ്രഹങ്ങളൊന്നുമില്ല. ഭർത്താവിന്റെ വീട്ടിലെ പ്രത്യേക പൂജാമുറി വിഗ്രഹമൊന്നുമില്ല. അപ്പൊ അന്ന് പഴയ ചെമ്പുപാത്രമോ ഓട്ടുപാത്രമോ ഒക്കെ കൊടുത്താൽ അവരിഷ്ടമുള്ള എന്തെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി തരും. അപ്പൊ എന്റെ അടുത്ത് എന്ത് വേണോന്ന് ചോദിച്ചപ്പോ ഞാൻ ഈ ഭഗവാന്റെ ഈ നെഞ്ചു തൊട്ടിങ്ങനെ മുകളിലേക്കുള്ള ഒരു അത്രയും പാട്ട് മാത്രം, അത് മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് അതാണ് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇവരൊക്കെ ശ്രീകണ്ഠേശ്വരത്ത് പോയി കഴിഞ്ഞപ്പോൾ രാവിലെ ഞാൻ ലേറ്റായി പോയി. എനിക്ക് വേണ്ടി നിന്ന് അവർക്ക് നിർമ്മാല്യം കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പൂജാമുറിയിൽ നിന്ന് ഇതെടുത്ത് വെളിയിൽ കൊണ്ടുവച്ചിട്ട്, അപ്പോൾ നമ്മളെ വീട് പഴയ അങ്കണം പോലത്തെ വീടാണ്, അങ്കണമൊക്കെ 4 കെട്ട്. അപ്പൊ അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ എന്ത് ചെയ്താ, ഞാനിപ്പോ ഇവിടെ നിന്ന് തന്നെ കാണാം, എല്ലാം ഒന്ന് തന്നെ. അപ്പൊ ഞാൻ കുളിച്ചതും ഇല്ലല്ലോ. ഭഗവാൻ ഇതിങ്ങനെ വെള്ളം ഒഴിക്കും, എന്നിട്ട് ഞാനും നിന്ന് കുളിക്കും. അപ്പോ ഇങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോ എനിക്ക് ഭയങ്കര പ്രസൻസ് എന്ന് വെച്ചാൽ, സാർ അത് വേറെ ആരുടെടുത്തും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഇതിന്ന് ഒരു പുരുഷൻ എന്നെ ഇങ്ങനെ കാണുന്ന പോലെ, മനസ്സിലായില്ലേ? എന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു നാണക്കേട് പോലെ ഒരു ഫീല് വരെയാണ്. പക്ഷെ നമ്മൾ കുളിക്കുന്ന അറിയാതെ ആരെങ്കിലും നോക്കിയാൽ ഇങ്ങനെ വരില്ലേ, അങ്ങനത്തെ ആ കണ്ണൊക്കെ വ്യക്തമായിട്ട് ഇങ്ങനെ കാണുകയാണ്. പിന്നെ ഞാനത് പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഭസ്മമൊക്കെ പൂശിയൊക്കെ വെക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട്, വൃത്തിയാക്കാനും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കൊണ്ടുവന്ന് വെച്ചു. അതങ്ങനെ കഴിഞ്ഞു. ഇതൊരു വല്ലാത്ത ഇൻസിഡന്റ് ആയതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. കാരണം അതെനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതെന്തോ ഫീലാണെന്ന്. പക്ഷെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായ എനർജി, സേക്രഡ് ചക്രയിൽ വരുന്ന എനർജി സാറിന് അറിയാലോ. അതെ, അത് ഭയങ്കരമായിട്ട് വന്നിട്ട് എനിക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ പോലെയൊക്കെ വന്നു. അപ്പോഴും ഞാൻ വിചാരിക്കും, ദൈവമേ ഇത് പ്രാർത്ഥിച്ചാൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇതിപ്പോ ഇങ്ങനെ ആയാൽ ഇനി എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യുക, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്നുവെച്ചാൽ പിന്നെ നമശിവായ പറയാൻ പറ്റുന്നില്ല, ശിവനെ ഓർക്കാൻ പോലും പറ്റുന്നില്ല. എന്നുവെച്ചാൽ വേറൊന്നുമില്ല, ഓർക്കാൻ നല്ലതാണ്. പക്ഷെ എനിക്ക് ഈ ഒരു അവസ്ഥ കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ അങ്ങ് മാറുകയാണ്. കാരണം ഇപ്പോഴും പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അനുഗ്രഹം പോലെ ആ ഒരു പ്രത്യേക സുഖ അന്തരീക്ഷത്തിൽ നിന്ന് വരാൻ പോലും തോന്നില്ല. പക്ഷെ ഞാൻ മാക്സിമം മാറി നിൽക്കുകയാണ്. അപ്പോ ഇതിന്റെ ഇടയിൽ വേറെ ഒരു പ്രശ്നം ഉണ്ടായത് എന്താന്ന് വെച്ചാല്, ഞാനിങ്ങനെ കാണാൻ തുടങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ എനർജി പോലെയൊക്കെ വരുന്നതും കാര്യങ്ങളും. പിന്നെ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ പോയാലോ സ്ഥലത്ത് പോയാലോ കാലങ്ങോട്ട് വെക്കുമ്പോ തന്നെ എനിക്കൊരു തോന്നലുകളൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ എല്ലാം കറക്റ്റ് ആയിരിക്കും, എല്ലാം കറക്റ്റ് ആയിരുന്നു, എന്താണെന്നാണെന്ന് അറിഞ്ഞത്. അപ്പൊ അതൊക്കെ കറക്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കുക്ക് ചെയ്തിരിക്കുന്ന സമയത്തൊക്കെ ഈ എനർജി ഹൈ ആയപ്പോ ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ വന്നിട്ട്. ഇന്നാള് സാറിന്റെ വീഡിയോസ് കേട്ടോണ്ടിരുന്നപ്പോഴാണ്, ദൈവമേ ഞാൻ ഇതൊക്കെയാണോ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞതെന്ന് എനിക്ക് എന്നോട് തന്നെ ഒരു സങ്കടം. എന്താണെന്ന് അറിഞ്ഞു. പക്ഷെ ഈ നാഗരൂപം വന്ന ദേഹത്തൂടെ വന്നതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്ത. കാരണം തലയിലൊക്കെ വന്നിങ്ങനെ ഇരുന്ന് അനങ്ങുന്നതും എല്ലാം എനിക്ക് അറിയാൻ പറ്റും. ഏത് സമയത്താണ് ഇപ്പൊ പ്രദോഷത്തിനൊക്കെ പോകണം, ഞാൻ പോയില്ലെങ്കിൽ പോലും വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കറിയാം ദാ വരുന്നു എന്ന്, അങ്ങനത്തെ ഒരിത്. അപ്പോ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫീലും വൈബ്രേഷനും ദേഹം മൊത്തം കോരിത്തരിച്ചിട്ട് ആ സീക്രട്ട് ആ ഒരു എനർജി വന്നിട്ടേ തലയിൽ ഞാൻ നോക്കിയപ്പോ എന്തോ ഇങ്ങനെ അങ്ങ് വിരിഞ്ഞ് വന്നു എന്ന് തോന്നി. അപ്പൊ എന്റെ തോന്നല് പിന്നെ എനിക്ക് പോയത് എന്താണെന്നറിയാം, ഇതിന്റെ ഇടയിൽ കുറെ മിസ്ലീഡ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഈ ഒരുമാതിരത്തെ ആൾക്കാരുണ്ടല്ലോ, ബ്ലാക്ക് മാജിക് പോലെയോ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ മാറി വരുന്നവരോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല, ആരോ എന്നെ എന്തോ ചെയ്യുകയാണോ ഉപദ്രവിക്കുകയാണെന്നുള്ള ഫീല് കയറിപ്പോയി. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് പേടിയെത്തി. കാരണം ശരിക്കും അത് മഹാദേവനായിരുന്നു എന്നാണ് എനിക്കറിയാൻ വയ്യ. കാരണം അറിയാൻ വയ്യ എന്താണ് ആണെന്നുള്ള
ആളില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉം. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചിട്ട് ഞാനൊരു കത്തിയൊക്കെ എടുത്തിട്ട് സാറിന് ചിരി വരുന്നു. കത്തിയൊക്കെ എടുത്തിട്ട് ഞാൻ അടുക്കളയിലെ ഗോഡൗൺ മുറി പോയിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദേവിയോട് തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യേ, അമ്മേ ഇതിന്ന് രക്ഷപ്പെടുത്തില്ലെങ്കിൽ ഞാനിപ്പോ കുത്തിച്ചാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് പ്രാർത്ഥിച്ച് കരഞ്ഞു. അപ്പോഴത്തേക്കാണ് ഒരിത്തിരി അതങ്ങ് ആ ഒരു ഹയസ്റ്റ് ഇതിന്ന് ഒന്ന് മാറി. അതൊന്ന് മാറി. പക്ഷെ അതിനുശേഷം ഈ പൊങ്കാലയൊക്കെ വരുമ്പോഴും പിന്നെ എനിക്ക് ചുറ്റും സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട് രാവിലെ ഒന്ന്. എന്ന് വെച്ചാൽ നമസ്കാരം എന്ന് പറയുമ്പോൾ സൂര്യനെ പ്രാർത്ഥിക്കുന്നു, ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലുന്നു, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കണ്ണിന് വയ്യാത്തോണ്ട് കണ്ണിന് വേണ്ടി ഒരു മന്ത്രം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കും. പക്ഷെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്ക് 4 വശവും പരിസരം മൊത്തം നീല കളറായിരിക്കും. അത് എന്തോന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഇവിടെ ആറ്റുകാൽ പൊങ്കാല വന്ന സമയത്ത് രാവിലെ എണീറ്റ് പൊങ്കാലയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കാൻ നടക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്റെ ബോഡിയിൽ വരെ ഒരു നീല കളർ, പരിസരം എല്ലാം നീലയല്ല പച്ച, അന്ന് കളർ ചേഞ്ച് ആയി പച്ച. പിന്നെ അത് കണക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴും എനിക്ക് ആ ദേവതാ ചൈതന്യം പോലെ എനിക്ക് പ്രഭ കാണാൻ പറ്റും. രൂപം കണ്ടിട്ടില്ല, പ്രഭ മാത്രം. ഏത് കളറിലാണ് അപ്പോഴത്തെ ആ ഒരു അവസ്ഥ കാണാൻ പറ്റും, അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. ഇപ്പോഴും കാണുന്നുണ്ട്, അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇത് മാത്രമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇടയ്ക്ക് കഴിഞ്ഞിട്ട് അതൊക്കെ അങ്ങ് മാറി. പിന്നെ അത് കണക്ക് ഈ പൗർണമി വാവ്, പിന്നെ മറ്റേ മീനഭരണി അങ്ങനെയൊക്കെ വരില്ലേ, ആ സമയത്തൊക്കെ കട്ടിലിൽ കിടക്കുമ്പോൾ അത് ഞാൻ മറന്നുപോയി സാറ്. ഒരുപാട് വർഷം കൊണ്ടുള്ള കാര്യങ്ങളല്ലേ. എവിടെയെങ്കിലും കിടക്കാൻ പേടിയാണ്. കാരണം കിടന്നു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ഈ എനർജി വരും. 2 കാലിൽ കൂടെ ഇങ്ങനെ കയറി വരുന്നത് അറിയാൻ പറ്റും. എന്നിട്ട് ഈ ഫീലും പിന്നെ നമ്മളൊരു വല്ലാത്ത അവസ്ഥയിൽ അങ്ങ് ആയിപ്പോവുകയാണ്. അപ്പൊ ഞാനിത് എന്നിട്ട് പുതുതാവിലെ അവിടുത്തെ തന്ത്രിയുണ്ട് ബാലമുരളി എന്ന് പറഞ്ഞിട്ട്, മേൽശാന്തിയായിരുന്നു ശബരിമലയിലേക്ക്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ആദ്യം തോന്നുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഏറ്റവും നല്ല അവസ്ഥയാണ്, അത് ആർക്കും കിട്ടുന്നതല്ല, അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു.